നിരപേക്ഷമായ ആയിട്ടുള്ള സജീഷ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. മന്ത്രിസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? അപ്പൊ തുടങ്ങാല്ലേ? CPI മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് കേൾക്കുന്നു ശ്രീ സജീഷ്. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തന്നെ ചോദ്യത്തിന്റെ നിഴലിലാക്കുന്നതല്ലേ? അല്ല, ഞാൻ എവിടുന്ന് കേട്ടിട്ടില്ല, അതുകൊണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേട്ട കാര്യത്തിനോ വ്യക്തമായി നമ്മുടെ മുന്നിൽ വന്ന കാര്യത്തിനോ ആണല്ലോ മറുപടി പറയാൻ വേണ്ടി പറ്റുക. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. ഇപ്പോൾ കേൾക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, അത്തരത്തിലെല്ലാമുള്ള കാര്യങ്ങളിലൂടെ ഒരു മന്ത്രിമാർ പങ്കെടുക്കും എന്ന് CPM-ന് ഉറപ്പുണ്ടോ? CPI മന്ത്രിമാർ വരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും എന്ന് ഉറപ്പുണ്ടോ? ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ആണെങ്കിൽ ചർച്ചയിൽ കുറെ കണിശന്മാരായിട്ടുള്ള എന്താ പറയുക, അല്ലെങ്കിൽ ഈ കബഡിയൊക്കെ നിരത്തി നോക്കുന്ന ആളുകളെല്ലാം ഉണ്ടല്ലോ. ആ പേരെന്താണ് പറയാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഈ ശുംഭൻ താങ്കളുടെ ആരാന്നാ പറഞ്ഞത്? അത്തരം ആളുകൾ പങ്കെടുത്ത് പ്രശ്നം ഗുരുതരമാണ്. ഒരു മുന്നണി മന്ത്രിസഭയിൽ ആ മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ പങ്കെടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രശ്നം വളരെ ഗുരുതരമാണ്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ അല്ല എന്നല്ലേ? വഴിപാട്, ലക്ഷാർച്ചന, ദേവീ പൂജ ഇതൊന്നും ഇനി ഭരിക്കില്ല. സംഹാരം അതേ ഉള്ളൂ ഇനി മാർഗം. രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായ വയനാടിനോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഒരു വർഷം 1 രൂപ പോലും നമുക്ക് തരാൻ വേണ്ടി തയ്യാറായില്ല. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോഴാണിത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എയിംസ് ഉൾപ്പെടെയുള്ള നമ്മുടെ അവകാശങ്ങളുടെ മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്തെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഫണ്ട് നേടിയെടുക്കലാണ് ഉദ്ദേശമെങ്കിൽ പോലും PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് മന്ത്രിസഭയെ അറിയിക്കാതിരുന്നത്, മുന്നണി അറിയിക്കാതിരുന്നത് ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിൽ ഇടയ്ക്ക് മുറിഞ്ഞു പോയതുകൊണ്ട് അതിന്റെ ആശയം വ്യക്തമാകില്ല. കേരളം ഒപ്പിട്ടിരിക്കുന്ന കോളേജുകളിലും NEP നടപ്പാക്കിക്കൊള്ളാം എന്നുള്ളതിൽ തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. PM ഉഷയിലേക്ക് നമുക്ക് ഒന്നുകൂടി വിശദമായി വരാം. എന്റെ ചോദ്യം, PM ശ്രീയിൽ ഒപ്പിടാൻ പോകുമ്പോൾ എന്തുകൊണ്ട് താങ്കൾക്ക് വ്യക്തമാണ്? ഒറ്റ കാര്യം പറയാം. എന്നിട്ട് അല്ല, ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി തന്നെ പോകാമെന്ന് കരുതുകയാണ്. അതായത് ഈ പറഞ്ഞ പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ അവർക്ക് ഇതിലൂടെ സാധിക്കുകയില്ല. ഇതെല്ലാം ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അവരോട് വിധേയപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാമെന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത്. ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന സ്ഥലത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ തരത്തിലുള്ള കാവ്യവൽക്കരണത്തിന് സഹായകരമായ ഏതെങ്കിലും ഒരു വരി പോലും പാഠ്യപദ്ധതിയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനൊട്ട് കഴിയുകയുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ല, ശ്രീമതി നിഷ നോക്കൂ, ഇപ്പം നേരത്തെ ഇടതു പ്രതിനിധി സജീഷ് പറഞ്ഞത് ഈ കബഡി നിരത്തുന്നവരുടെ പേരറിയില്ല, അദ്ദേഹം തപ്പിത്തടയുന്നു കണ്ടു. ഒരു കാര്യം ചെയ്താൽ മതി, അടുത്ത ദിവസം അങ്ങ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി. അദ്ദേഹം അടിക്കടിക്ക് ഈ കബഡി നിരത്തുന്നവരുടെ അടുത്ത് പോകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ പാഴൂർ പടിപ്പുര വരെ ഒന്നും പോകണ്ട, അങ്ങയുടെ AKG സെൻറ്ററിൽ ചെന്നാൽ ഈ കബഡി നിരത്തുന്നത് ആരാണ്, അതിൻ്റെ പേരെന്താണ്, കണിയാൻ്റെ പേരെന്താണ് എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു തരും. സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്നതും അല്ലാത്തതുമായ സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കി. 3 പേർ മാറി നിന്നു, അതിൽ ഒരാൾ ഇപ്പോൾ ചേർന്നു. ഇനി എന്ത് ചർച്ച? ഇനി ഇതിന്റെ എന്താ പറയാ, ഉള്ളടക്കത്തെ പറ്റി ചർച്ച എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ പത്മനാഭൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ SK സജീഷ്, ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിക്കപ്പെട്ട കാലം മുതൽ ഏറ്റവും ശക്തമായി എതിർത്തിട്ടുള്ളത് ഇടത് പാർട്ടികളാണ്. CPM-ന്റെ അന്തരിച്ച ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി തന്നെ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ അതിനിശിതമായ വിമർശനങ്ങളാണ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയെ പറ്റി ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പാർട്ടിയാണ് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികളോട് പോലും പറയാതെ, മന്ത്രിസഭ പോലും അറിയാതെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിക്കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. എന്തുകൊണ്ട് ഇത് മന്ത്രിസഭയെ അറിയിക്കുകയോ മുന്നണിയെ അറിയിക്കുകയോ ചെയ്തില്ല?
എന്റെ ചോദ്യം ഇതേ അല്ല. നയപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് മന്ത്രിസഭയെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ തന്നെ ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ് താങ്കളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ട് 2 തവണ മന്ത്രിസഭയിലെ പരിഗണനയ്ക്ക് വന്നൊരു വിഷയം, തീരുമാനമെടുക്കാൻ മാറ്റിവെച്ച ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അത് മന്ത്രിസഭയെ അറിയിച്ചില്ല? എന്തിനായിരുന്നു ആ ഒളിച്ചുകളി? ഇത് മന്ത്രിസഭയെ എടുക്കേണ്ട അത് മന്ത്രിസഭയുടെ ബിസിനസ്സിനകത്ത് വരുന്ന റൂൾസിൽ വരുന്ന കാര്യമല്ല. പക്ഷെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ നയം നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ ഉയർന്നു വന്ന ആശങ്ക പോലെ എൻസിആർടിക്ക് ഇടപെടാൻ വേണ്ടി കഴിയുമോ, ഇടപെട്ടിട്ടുണ്ടോ? ശ്രീ സജീഷ്, മന്ത്രിസഭയുടെ പരിഗണനയിൽ വരേണ്ട വിഷയം അല്ലെങ്കിൽ എന്തിനാണ് 2 തവണ മന്ത്രിസഭയുടെ അജണ്ടയിൽ ഇത് കൊണ്ടുവന്നത്? മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ രീതിയിലുള്ള PM ഉഷ പദ്ധതി മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടിയാണോ നടപ്പിലാക്കിയതല്ല. അത്തരത്തിൽ നടപ്പിലാക്കേണ്ട ഒരു മന്ത്രിസഭയുടെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു കാര്യമല്ല ഇത്. പക്ഷെ മന്ത്രിസഭയിലേക്ക് വന്ന് തീരുമാനമെടുക്കേണ്ട കാര്യമല്ല ഇത്. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി തലത്തിലും മുന്നണി തലത്തിലുമെല്ലാം ചർച്ചകൾ നടന്നു. ആ ചർച്ച മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള കാര്യം ചർച്ചകൾ നടന്നു. കേൾക്കൂ നിഷ, അതായത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ആ വ്യത്യസ്ത അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഇതിനകത്ത് ഇവിടെ രാവണനാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഗോൾവാറക്കറെ കുറിച്ചും ഹെഗ്ഗേവാറിനെ കുറിച്ചും പഠിപ്പിക്കേണ്ടി വരുമോ? ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയർന്നു വന്നപ്പോൾ അതായത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആശങ്കകൾ, അഭിപ്രായങ്ങൾ ഉയർന്നു വന്നപ്പോൾ പിന്നീട് തീരുമാനിച്ചത് എന്താണ്? ഈ നയം നടപ്പിലാക്കിയ മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ ഈ പറഞ്ഞ SCRTക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ കരാർ ഒപ്പിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ തന്നെയാണെങ്കിൽ പരിശോധിച്ചാൽ നമുക്കറിയാം CBSE സ്കൂളുകൾ, നമ്മുടെ പല ആളുകൾ നയപരമായ ഒരു വലിയ തീരുമാനം, നിലപാട് മാറ്റം അത് മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യേണ്ടെങ്കിൽ പിന്നെ ഇതെന്ത് സംവിധാനമാണ്? നിലപാടിനകത്ത് മാറ്റം ഉണ്ടാവുന്നില്ല. നിലപാട് കൃത്യമാണ്. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മതനിരപേക്ഷമായിട്ടാണ്. വർഗീയ അംശമുള്ള ഒരു കാര്യവും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടക്കാൻ ഇന്നുവരെ അനുവദിച്ചിട്ടില്ല, നാളെയും അനുവദിക്കില്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും ആയിട്ടുള്ള സജീഷ് ചാനൽ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. മന്ത്രിസഭയ്ക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? ഇതിനേക്കാൾ മനോഹരമായ അന്താരാഷ്ട്ര നിലവാരമുള്ള പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് ആ സാഹചര്യം ഇവിടെ ഇല്ല. ആ കേസിന്റെ സാഹചര്യം കേരളത്തിലില്ല എന്നുള്ളതൊരു വസ്തുത. അതുകൊണ്ട് തമിഴ്നാടിന്റെ കേസ് കേരളത്തിന്റെ ആവശ്യമല്ല. രണ്ടാമത്തേത് നിങ്ങൾ തന്നെയാണ് ഈ പറയുന്ന MOUവിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ എല്ലാ പ്രധാന ഭാഗങ്ങളും ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാമെന്ന്. ഇതാണ് വസ്തുത. മന്ത്രിസഭയെ അറിയിക്കുന്നില്ല, മുന്നണിയിൽ ചർച്ച ചെയ്യുന്നില്ല, രഹസ്യമായി പോയി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്ന കാര്യമല്ല ഇത്. ദേശീയ വിദ്യാഭ്യാസ തമിഴ്നാടിന് പക്ഷെ കേരളത്തിൽ വ്യത്യസ്ത രീതിയിൽ നടപ്പാക്കാൻ പറ്റും. കുറെ വാചകങ്ങൾ പറഞ്ഞ് താങ്കൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ചർച്ചയിൽ അവതരിപ്പിക്കരുത്. അതൊരു അവതാരയ്ക്ക് ചേർന്ന രീതിയല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.